പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യം നമ്മെ പരിപൂർണമായി സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടുത്തെ സ്നേഹവും കാരുണ്യവും നമ്മിലേക്ക് സമൃദ്ധമായി ചൊരിയുന്നതിന് കാരണമായി തീരട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഈശോയുടെ തിരുവചനം നമ്മുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയേണ്ട ഒരു അനുഭവമാണ്. എന്നും നമ്മൾ ഈ കാര്യം ഓർമ്മിപ്പിക്കുകയാണ് സ്നേഹപൂർവ്വം. ഈശോയുടെ വചനം നമ്മുടെ ഹൃദയത്തിലുണ്ട് എങ്കിൽ നമുക്ക് ഈശോയുടെ കൂടെ നിന്ന് ഈശോയുടെ കൂടെയായിരുന്നു കൊണ്ട് നമുക്ക് എന്തും നേടിയെടുക്കാനായി സാധിക്കും. അപ്പോൾ ഈശോയുടെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയേണ്ട ഒരു അനുഭവമാക്കി നമുക്ക് മാറ്റിയെടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഈശോ തൻ്റെ ശിഷ്യരോട് അതോടൊപ്പം തന്നെ നമ്മോടും പറയുന്ന ആ വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. ഈ വചനത്തിൻ്റെ വലിയ ആഴം നമുക്കറിയാം. ഞാൻ വഴിയാണ്, സത്യമാണ്, ജീവനാണ്. നമ്മുടെ ജീവിതയാത്രയിൽ വഴിയറിയാതെ, സത്യമറിയാതെ, ജീവനില്ലാതെ മുന്നോട്ട് പോകുന്ന ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ആ സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ ആ സന്ദർഭങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈശോയുടെ വചനത്തിൽ ആഴപ്പെടാനായി നമുക്ക് പരിശ്രമിക്കാം. കാരണം ഈശോയാണ് വഴി, ഈശോയാണ് സത്യം, ഈശോയാണ് ജീവൻ. ലക്ഷ്യമില്ലാതെ ഇരുട്ട് തപ്പുന്ന ഒത്തിരി മനുഷ്യരെ നമ്മൾ കാണാറുണ്ട്. പലരും വന്ന് നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട്, എന്ത് ചെയ്യണമെന്നിനി അറിയില്ല, എങ്ങോട്ട് പോകണമെന്നറിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല, എന്തു പറയണമെന്നറിയില്ല, എന്താഗ്രഹിക്കണം പോലും അറിയില്ല, ജീവിക്കുന്നത് പോലും എന്തിനാണെന്നറിയില്ലാത്ത ഒരു നിസ്സഹാവസ്ഥയിൽ നിൽക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാനായി സാധിക്കും. ഈ ഒരു സമയത്ത് ഇരുട്ടിത്തപ്പുന്ന പല മനുഷ്യരുടെയും ഇടയിലേക്ക് ഈ ലോകം പല വഴികളും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. കൂടുതൽ പണമുണ്ടാക്കിയാലേ നിനക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും, എന്തെങ്കിലും പ്രശസ്തി ഉണ്ടെങ്കിൽ നിനക്കത് ചെയ്യാനായിട്ട് സാധിക്കും, അധികാരമുണ്ടെങ്കിൽ നിനക്കത് സാധിക്കും എന്ന് പറഞ്ഞ് ലോകം അതിൻ്റേതായ രീതിയിൽ ഇങ്ങനെ ആശങ്കയിലായിരിക്കുന്ന, അസ്വസ്ഥരായിരിക്കുന്ന ജനങ്ങളെ, മനുഷ്യരെ അതിൻ്റേതായ ലോകത്തിലേക്ക് നയിക്കുവാനായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതാണ് വഴിയെന്നും അതാണ് സത്യമെന്നും അതാണ് ജീവനെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈശോ പറയുകയാണ്, ഞാനാണ് വഴി, ഞാൻ കാണിച്ചു തരുന്ന വഴിയെ നടന്ന് വഴിതെറ്റുകയില്ല. ആ വഴി സ്നേഹത്തിൻ്റെ വഴിയാണ്, ക്ഷമയുടെ വഴിയാണ്, സഹനത്തിൻ്റെ വഴിയാണ്. അത് നിത്യജീവനിലേക്ക് നയിക്കുന്ന വഴിയാണ്. ഈ ലോകത്തിൻ്റേതായ നന്മകളുണ്ട്, പക്ഷേ ആ നന്മകൾ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ട് ആ നന്മകളെ മുൻപിൽ വെച്ചുകൊണ്ട് പലരും കള്ളവും വഞ്ചനയും ചതിയുമായി നമ്മെ വഴിതെറ്റിക്കാനായി കാത്തിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോഴാണ് നമ്മൾ തപ്പുക, എവിടെയാണ് സത്യം, എവിടെ നിന്നാലാണ് നമുക്ക് യഥാർത്ഥ ജീവൻ അനുഭവിക്കാനായി സാധിക്കുക. ഒരേ ഒരു സ്വരമേ ഉള്ളതിന്, ഒരേ ഒരു വചനമേ ഉള്ളൂ. ഈശോയിൽ മാത്രമാണ് നിത്യമായ ജീവിതം. ഈശോ മാത്രമാണ് നിത്യമായ സത്യം. ഈശോ മാത്രമാണ് സത്യമായ വഴി. അവിടുത്തെ വചനത്തിൽ നമുക്ക് കളങ്കമില്ലാതെ വിശ്വസിക്കാനായി സാധിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ ആ വചനം തുറക്കും, നമ്മുടെ ഹൃദയങ്ങളെ ആ വചനം വിശുദ്ധമാക്കും. നമ്മുടെ ജീവിതത്തിൽ പലരെയും നമ്മുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്, ജീവച്ഛവങ്ങളായി ജീവിക്കുന്നവരെ. സജീവനായ ദൈവത്തിന് മുമ്പിലായിരുന്നു നമുക്ക് പറയാം, ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ ഞങ്ങൾ
മരിച്ചവരെ പോലെയായി പോവുകയാണ്. ചില സന്ദർഭങ്ങൾ, ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മരിച്ചവരെ പോലെയായി പോവുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. മരിച്ചവരെ പോലെയാവുകയാണ്. ഈശോയെ, നിൻ്റെ സ്നേഹത്തിൽ പങ്കുചേരുവാനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മരിച്ചവരെ പോലെയായിരുന്നു ഞങ്ങളുടെ ജീവിതത്തെ. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തെ നീ സംരക്ഷിക്കണമേ, പരിപാലിക്കണമേ. ഈശോയെ, നിന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുത്തേക്ക് വരാൻ സാധിക്കില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈശോയെ, നീയാകുന്ന വഴിയിലൂടെ നടക്കുവാൻ, നീയാകുന്നവ സത്യം മനസ്സിലാക്കുവാൻ, അങ്ങനെ നീ നൽകുന്ന നിത്യജീവൻ സ്വന്തമാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, ഞങ്ങൾ കടന്നു പോകുന്ന മേഖലകളിലെ വേദനകൾ, ഭാരങ്ങൾ, രോഗങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കുടുംബ പ്രശ്നങ്ങൾ, ബന്ധങ്ങളിലെ വിള്ളലുകളൊക്കെ ഞങ്ങളെ ഭാരപ്പെടുത്തുകയും അസ്വസ്ഥപ്പെടുത്തുകയും ഞങ്ങളെ നിസ്സഹായാവസ്ഥയിലാക്കുകയും ചെയ്യാറുണ്ട്. കർത്താവേ, നിൻ്റെ കരുണ നിറഞ്ഞ കാരുണ്യം ഞങ്ങളുടെ മേലുണ്ടാവട്ടെ. ഈശോയെ, ഞങ്ങളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന രോഗങ്ങളാസോ വേദനിക്കുന്നവരെ, കഷ്ടപ്പെടുന്നവരെ, ആരും തുണയില്ലാത്തവരെ, ഒറ്റപ്പെട്ടു പോയവരെ, ഈശോയെ അവരെല്ലാം സമർപ്പിക്കുന്നു. ഈശോയെ, അവർക്ക് ആശ്വാസമായ ഞങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ ആ കയ്യിൽ നമുക്ക് മുറുകെ പിടിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഈശോയെ മുറുകെ പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഈശോ നമ്മെ സഹായിക്കും. ഈശോ നമ്മുടെ കൂടെയുണ്ട്. ഈശോ നമ്മുടെ മുമ്പിലും പുറകിലും സൈഡിലും മുകളിലും എല്ലായിടത്തും ഈശോ നമുക്ക് ചുറ്റുമുണ്ട്. എപ്പോഴും നമ്മുടെ കൂടെയുള്ളവനാണ്, ഇമ്മാനുവേലാണ്. ഓ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയെ, ഈ നിമിഷം നിൻ്റെ സന്നിധി ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. നിൻ്റെ കൂടെയായിരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈശോയെ, കരുണയായിരിക്കണമേ. ഈശോ, നീ ഞങ്ങളുടെ വഴിയായിരിക്കണമേ. ഈശോ, നീ ഞങ്ങളുടെ സത്യമായിരിക്കണമേ. ഈശോ, നീ ഞങ്ങളുടെ ജീവനായിരിക്കണമേ. അതിൽ നിന്നും ഈശോയെ, നിന്നിൽ നിന്നും അകന്നു പോകുന്ന എന്തെങ്കിലുമൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ ഈശോയെ, നീ തന്നെ ഞങ്ങൾക്ക് സൗഖ്യം നൽകി, നീ തന്നെ യഥാർത്ഥ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ. യഥാർത്ഥ സത്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. യഥാർത്ഥ ജീവനിലേക്ക് ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധമായ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.